സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഹാപ്പിനെസ് എന്നത്, സന്തോഷം എന്നത് ഓരോ ചരാചരങ്ങളുടെയും ഓരോ ജീവി അജീവികളുടെയും തന്നെ പറയാം ജന്മാവകാശമാണ്. സന്തോഷം നമ്മുടെയും ജന്മാവകാശമാണ്. അത് ആരെങ്കിലും നൽകേണ്ടതോ ആരെങ്കിലും വകവച്ച് നൽകേണ്ടതോ ആയ കാര്യമല്ല. നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു ഇമോഷനാണ്, ഒരു ഫീലിംഗ് ആണ്, ഒരു വികാരമാണ്, ഒരു കാര്യമാണ് സന്തോഷം എന്നത്. നമുക്കത് അനുഭവിക്കാൻ കഴിയണം. നമ്മൾ ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കുന്ന ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ അല്ലെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും സന്തോഷമാണ്. നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർവ്വചരാചരങ്ങളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഇത് ആഗ്രഹിക്കുന്നു എന്നാണ് ശരിക്കും യാഥാർത്ഥ്യം. മനുഷ്യൻ പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ സന്തോഷത്തോടെ പോവാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണ് നമ്മൾ ആഗ്രഹം. ഈ ഹാപ്പിനെസ്, ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ജന്മാവകാശമാണ്, ബർത്ത് റൈറ്റ് ആണ്. അത് നമുക്ക് ലഭിക്കേണ്ടുന്നൊരു കാര്യമാണ്. അത് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പൊ ബാക്കിയാവുന്നത്. പലരോടും ചോദിക്കുമ്പോ സുഖമാണോ എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോ എപ്പോഴും ലഭിക്കുന്ന ഒരു ഉത്തരം, നിങ്ങൾ തന്നെ പറഞ്ഞോ, സുഖാണോ? സുഖാണ്. വെരി ഗുഡ്. വലിയ മാറ്റത്തിലേക്ക് ഷാജിന് എത്തിയിട്ടുണ്ട്. പൊതുവെ നമ്മൾ കേൾക്കുന്ന ഉത്തരം എന്താണ്? ഓക്കെ, നമ്മൾ ഈ ഒരു യാത്രയുടെ മാറ്റം എല്ലാവരുടെ വാക്കിലും പ്രതിഫലിക്കണ്ടേ? വെരി ഗുഡ്, വെരി ഗുഡ്. ആ, സുഖം, അങ്ങനെ പോകുന്നു. എന്ത് സുഖം, എന്ത് പറയാനാ? നമുക്കെല്ലാം എന്ത് സുഖാണ്? അത് നമുക്കെല്ലാം ഉള്ളതാണോ? നമുക്കെല്ലാം സുഖം ആരെങ്കിലും അല്ലെ പഠിച്ചവൻ കണക്കാക്കിയിട്ടുണ്ടോ? ചിലപ്പോ ഒരു പടി കൂടെ കടന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ച് ആളുകള് പരാതിയുടെ, പരിഭവങ്ങളുടെ, കുറ്റപ്പെടുത്തലുകളുടെ, പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ടഴിക്കും. ഒരുപാട് വിഷമങ്ങൾ മുമ്പിലേക്ക് ചൊരിയും. ചോദിച്ച ആള് ചോദിച്ചു പോയല്ലോ എന്ന് തോന്നിയിട്ട് അയാൾ ഇങ്ങനെ ചിലപ്പോ പ്രയാസപ്പെട്ടു പോകും. അത്രയും വിഷമങ്ങളുടെ, പ്രയാസങ്ങളുടെ, എന്താ പറയാ, ചിലപ്പോ കുറ്റപ്പെടുത്തലുകളുടെ ഭാണ്ഡക്കെട്ട് അയച്ചു വെക്കാം. ആ ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് ഹാപ്പിനെസ് കിട്ടില്ല, സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അയാൾക്ക് കിട്ടില്ല മാത്രമല്ല, അയാളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അത്രയും കിട്ടില്ല. കാരണം നെഗറ്റീവിനൊരു ഒരു പ്രത്യേകതയുണ്ട്, നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പെട്ടെന്ന് വ്യാപിക്കും. നമുക്കും നമ്മെയും ആ ചിന്ത വല്ലാതെ എന്താ പറയാ, ഡ്രെയിൻ ചെയ്ത് കളയും, ഉണക്കി കളയും, പ്രയാസപ്പെടുത്തി കളയും. നമ്മുടെ എല്ലാ നന്മകളുടെ ചിന്തകളെയും എല്ലാ നന്മകളെയും അത് ചിലപ്പോൾ കരിച്ചു തന്നെ കളയും, എല്ലാ പോസിറ്റീവായ ചിന്തകളെയും. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കാനുള്ള അവസരം നമുക്ക് വന്നു. നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവായ ചിന്ത കയറി വരുന്നു. നമ്മൾ ഹാപ്പി ആയിരിക്കുമോ അല്ലെങ്കിൽ ഡൗൺ ആവോ, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി, സ്ട്രെസ്സായി, ടെൻഷൻ ആയിരിക്കുമോ? എന്താ പലപ്പോഴും സംഭവിക്കാറുള്ളത്?
നമ്മൾ മൂഡ് ഓഫ് ആയി, സ്ട്രെസ്സായി, ടെൻസ്ഡായി, ഡൗൺ ആവും, താണു പോകും. ഒറ്റ നെഗറ്റീവായ ചിന്തകൾക്ക് അത്രയും പവർ അതിന് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഹാപ്പി ആയിരിക്കാനുള്ളത് കുറച്ചുകൂടെ ബോധത്തോടെ ഇരിക്കുക എന്ന ഒരു തലം കൂടി അവിടെ ഉണ്ട്. തുടക്കത്തിലൊക്കെ നമ്മൾ നമ്മുടെ നന്മകളെ, നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ തന്നെ കണ്ടെത്തി, നമ്മൾ തന്നെ അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അത് സന്തോഷത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ അത് ശീലമാകും. പക്ഷെ തുടക്കം എന്ന രീതിയിൽ ഇപ്പോ നമ്മളിപ്പോ അനുഭവിക്കുന്ന, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പ്രശ്നങ്ങൾ ചുറ്റുമുണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, നെഗറ്റീവായ അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആളുകൾ നമ്മളോട് നെഗറ്റീവ് പങ്കുവച്ചേക്കാം. ഒരുപക്ഷെ ചുറ്റുപാത്രങ്ങൾ കിട്ടിയേക്കാം, മറ്റുള്ളവർ നമുക്കത് കിട്ടുന്ന കാര്യം അതായിരിക്കാം. എന്ന് കരുതി നമ്മുടെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നശിപ്പിക്കേണ്ടതുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ സന്തോഷിക്കാനുള്ള അവസരം നമ്മൾ നശിപ്പിക്കേണ്ടതുണ്ടോ? ആളുകളുടെ വാക്കുകൾ നമ്മെ തളർത്തേണ്ടതുണ്ടോ? ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എനിക്ക് എന്തുണ്ടെന്നും ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയാണെന്നും എന്റെ ബോധ്യമാണ് ശരിയാവേണ്ടത്. എന്റെ അനുഗ്രഹങ്ങളെ എനിക്കാണ് കാണാൻ കഴിയേണ്ടത്. അതിനു പകരം നമ്മൾ മറ്റുള്ളവർ പറയുന്നൊക്കെയും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കാൻ നിന്നാൽ, മറ്റുള്ളവർ തരുന്നതൊക്കെയും നമ്മൾ വാങ്ങി വെക്കാൻ നിന്നാൽ, നമ്മൾ പോലും അറിയാതെ നമ്മൾ തകർന്നു പോകും, തളർന്നു പോകും. നമ്മൾ നടന്നു പോകണ്ട. ഒരിടത്ത് സ്വന്തം വീട്ടിലിരുന്നാൽ പോലും ചിലപ്പോ ആരുടെയൊക്കെയും ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജുകളിൽ പലപ്പോഴും പുതിയ കാല വാർത്തകൾ, പലപ്പോഴും പ്രശ്നങ്ങളുടെ, കൊലപാതകങ്ങളുടെ, എന്താ പറയാ, അത്തരം തെറ്റായ സംഭവങ്ങളുടെ ഒരു നിര തന്നെയാണ് മുമ്പിലേക്ക് വരിക. അത് വായിച്ചു ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. സാധാരണ പറയാറുണ്ട്, വാർത്തകളിലൊക്കെ അകന്നു നിൽക്കേണ്ടതുണ്ട് ഒരു പോസിറ്റീവായി മനസ്സ് മാറണമെങ്കിൽ എന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയോ? വാർത്ത അറിയണ്ടെന്ന് എന്നതുകൊണ്ടല്ല. അത്തരം വാർത്തകൾ വായിച്ചു കഴിയുമ്പോഴേക്ക്, കേട്ട് കഴിയുമ്പോഴേക്ക്, അറിഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മൾ കൂടി അതിനൊപ്പം ഇങ്ങനെ മനസ്സ് വേവലാതിപ്പെട്ട് അസ്വസ്ഥമായി തളർന്നു പോകും. കാരണം പോസിറ്റീവായ, ഗുണകരമായ, നന്മകൾ നിറഞ്ഞ സംഭവങ്ങളെക്കാൾ കൂടുതൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറുക ഇത്തരം നെഗറ്റീവായ, കുറ്റകരമായ, മോശമായ, തെറ്റായ സംഭവങ്ങളും വാർത്തകളുമാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ദൂരം പാലിക്കുക എന്ന് കൂടി നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു രീതിയാണ്. ഒന്ന്. രണ്ട്, ഇത്തരം പ്രയാസങ്ങളെ, വിഷമങ്ങളെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ, നമ്മുടെ ഉള്ളിലേക്ക് അത്ര നെഗറ്റീവായ ചിന്തകൾ കയറി വരുമ്പോ അത് പ്രതിരോധിക്കാനുള്ള, നോ പറഞ്ഞ് അകറ്റി നിർത്താനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. എങ്ങനെ എത്താൻ പറ്റും? നമ്മൾ അതിനോട് മുഖം തിരിച്ചു കളയുക, അല്ലെങ്കിൽ നോ പറയുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്ത കയറി വരുമ്പോ നമ്മൾ ഒന്നുകിൽ ആ ഒരു നിൽപ്പിൽ നിന്ന്, സാധാരണ പറയാറുണ്ട് ദേഷ്യം വരുമ്പോ ദേഷ്യം മാത്രമല്ല, പല ഇമോഷൻസും, അത് ഏറ്റവും പ്രധാനമായ ഒന്നാണ് ദേഷ്യം. ദേഷ്യം വരുമ്പോ നമ്മുടെ അതുവരെയുള്ള മാനസികാവസ്ഥ അത് പൂർണ്ണമായും തകിടം മറിച്ച് കളയും. ദുഃഖവും വിഷമവും ഒക്കെ അങ്ങനെ തന്നെയാണ്. നെഗറ്റീവായ എല്ലാ ഇമോഷൻസും അങ്ങനെ തന്നെയാണ്. ഈ ഇമോഷൻസിനെ, ഈ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നത് പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. മാനേജ് ചെയ്യുകയാണത്.
ദേഷ്യം ഇല്ലാതാവുക എന്നത് ശരിയല്ല. ദേഷ്യം ചിലപ്പോൾ വേണ്ടിവരും. പക്ഷേ ആ ദേഷ്യം എന്നെ കീഴടക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയണം. ആ ഒരു വെറുപ്പിനെ, അല്ലെങ്കിൽ ദുഃഖത്തെ, പ്രയാസത്തെ, ആ മാനസികാവസ്ഥയെ, ആ ഇമോഷനെ മാനേജ് ചെയ്യാനാണ് ഞാൻ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത്, നമുക്കറിയേണ്ടത്. ദേഷ്യം ഞാൻ പറഞ്ഞതുപോലെ മാനേജ് ചെയ്യാനാണ് പറ്റുന്നത്. എല്ലാ ഇമോഷൻസിനെയും മാനേജ് ചെയ്യാനാണ് പറ്റേണ്ടത്. ദുഃഖം വരാതിരിക്കില്ല. പക്ഷെ ദുഃഖിച്ച് അതിന്റെ ഭാഗമായി നമ്മൾ തന്നെ ഇല്ലാതാവുന്ന, സ്ട്രോക്ക് വന്ന് വീണ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് എല്ലാം വലിച്ചെറിഞ്ഞ് തകർത്ത് കളയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതാണെങ്കിൽ പ്രകടിപ്പിക്കാം. നമ്മളുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടിച്ചിട്ട് മരുന്നല്ല കൊടുക്കും. നമ്മുടെ ചിന്തയെ, അല്ലെങ്കിൽ നമ്മെ തകർക്കാത്ത, നമ്മെ നശിപ്പിക്കാത്ത രീതിയിലേക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയണം. നിൽക്കുമ്പോൾ ദേഷ്യമെങ്കിൽ ഇരിക്കുവാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ, നമ്മുടെ കാഴ്ചയെ മാറ്റിക്കളയുക. നമ്മുടെ ചിന്തയിലേക്ക് പോസിറ്റീവായ ഒരു കാര്യത്തെ, അത് പെട്ടെന്ന് കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ അത് പരിശീലിക്കാൻ തുടങ്ങിയാൽ അതിനെ മാറ്റി നോക്കാൻ അനുഭവിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം ഇമോഷൻ മാനേജ്മെന്റ്. അതേപോലെ ഏത് നെഗറ്റീവായ ചിന്തയെയും ഒരു പോസിറ്റീവ് കൊണ്ട് മറികടക്കുക. തിന്മയെ നന്മ കൊണ്ട് അതിജയിക്കുക എന്നാണ് അതിനെ കുറിച്ചുള്ള ശരിയായ ഒരു വശം. തിന്മയെ നന്മ കൊണ്ട് അതിജയിക്കുക. തെറ്റിനെ ശരി കൊണ്ട് എതിരിടുക. അത് കുറെ കൂടെ മാനസികമായ തയ്യാറെടുപ്പ് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അവിടെ ഒരു കാര്യം കൂടി വേണ്ടത്, ഇത്തരത്തിൽ നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ പോസിറ്റീവായ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുക എന്നതാണ്. മെല്ലെ മെല്ലെ കഴിയും. മെല്ലെ മെല്ലെ നമുക്കത് കഴിയും. പെട്ടെന്ന് ഒരു നാൾ നമുക്കത് കഴിയണമെന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറാൻ പറ്റണമെന്നില്ല. അങ്ങനെ പറ്റുകയില്ല. പക്ഷേ അങ്ങനെ പറ്റില്ല എന്ന് കരുതി എല്ലാ നെഗറ്റീവായ ചിന്തകളെയും, എല്ലാ നെഗറ്റീവായ കാര്യങ്ങളെയും അങ്ങനെ വലിച്ചെടുത്ത് അതിൻ്റെ ഒരു കേന്ദ്രമായി നമ്മൾ മാറാനും പാടില്ല. അത് മെല്ലെ മെല്ലെ കളയാം. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആരൊക്കെയോ തന്നു പോയ അനുഭവങ്ങളാണ്. നമ്മളത് പിടിച്ചു വെക്കേണ്ടതുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, ഇതിലേതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ തൊഴിൽ സ്ഥലങ്ങൾ, നമ്മുടെ മുതലാളിയോ, നമ്മുടെ മാനേജറോ, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവനക്കാരനോ, നമ്മുടെ തൊഴിലാളിയോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ ഭാര്യയോ, ഭർത്താവോ, മക്കളോ, അച്ഛനോ, അമ്മയോ, ഉപ്പയോ, ഉമ്മയോ, അല്ലെങ്കിൽ അയൽവാസികളോ, നാട്ടുകാരോ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോ, വിദ്യാർത്ഥികളോ, അങ്ങനെ വ്യത്യസ്ത ഓരോ മേഖലയും ചെല്ലുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും അവിടുന്ന് കിട്ടിയ സാധനങ്ങളാണ് കുറെയൊക്കെ. അതൊക്കെ ഓരോരുത്തരും തന്നേൽപ്പിച്ച സാധനം കൂടിയാണ്. ഇങ്ങോട്ട് തന്നതാണ്. ഇത് പിടി, ഇത് നിനക്ക് വെറുപ്പ്, ഇത് നിനക്ക് അങ്ങനെ എന്താ പറയാ, ഈ രീതിയിൽ ഓരോ കെട്ട് നമ്മളെ ഏൽപ്പിച്ചു പോയതാണ്. രണ്ട് ചോയ്സ് ഉണ്ട് നമുക്കവിടെ. ഇത് വാങ്ങാം, തിരിച്ചു കൊടുക്കാം. ഇവിടെ ഏത് ചോയ്സ് എടുക്കേണ്ടത്? അത്രയുള്ള ഉത്തരം തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഇങ്ങോട്ട് തരുന്ന പോസിറ്റീവായ എല്ലാ പോസിറ്റീവായ ചിന്തകളെയും കാര്യങ്ങളെയും നമുക്ക് വാങ്ങാം. നെഗറ്റീവായ എല്ലാ ഇമോഷൻസിനെയും, എല്ലാ ചിന്തകളെയും നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം. ഇതവിടെ തന്നെ വെച്ച മോനെ, ഇതവിടെ തന്നെ വെച്ച ഇത് നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട, നമുക്ക് തിരിച്ചും കൊടുത്തേക്കാം. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോ
നമ്മൾ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ നോക്കുമ്പോ വാവ്, ഒരാശ്വാസം. എന്നെ അത് ബാധിച്ചിട്ടില്ല, എന്നെ അത് സ്വാധീനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വരെയുമായി നമ്മുടെ ഇടയിൽ നമ്മൾ കൂടെ കടന്നുപോയ, നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോയ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഏതെങ്കിലും ഒരു വ്യക്തി തന്ന മുറിവുകളോ, ഏതെങ്കിലും ഒരു വ്യക്തി തന്ന ഓർമ്മകളോ, ഏതെങ്കിലും ഒരു വ്യക്തി തന്ന ചിന്തകളോ ആണ് നമ്മെ പലപ്പോഴും ഇപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. സ്വർണോ എന്ന് പറഞ്ഞേ, ഒന്നല്ല ടൈപ്പ് ചെയ്തേ. നമ്മൾ അസ്വസ്ഥമാകുന്ന, നമ്മൾ പ്രയാസപ്പെടുന്ന ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ, നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോയ ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് തന്ന നെഗറ്റീവായ ചിന്തകളാണ്, അനുഭവങ്ങളാണ്. യെസ് ഓർ നോ? എല്ലാവരും ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യാൻ അറിയുന്നവരൊക്കെ ചാറ്റ് ബോക്സ്. യെസ്, ഒരാൾ ഉണ്ട്, ഒരാൾ കൂടെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ. ഇനി എന്റെ അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ തന്ന വികാരങ്ങളെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? തിരിച്ചു കൊടുത്താൽ മതി, ഒഴിവാക്കിയാൽ മതി. എനിക്ക് വേണ്ട നമ്മൾ തീരുമാനിച്ചാൽ മതി. തിരിച്ചു കൊടുക്കാൻ മീൻസ് അതാണ്. അല്ലാതെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇതങ്ങ് എടുത്തോന്നല്ല. നമ്മൾ സ്വീകരിക്കുന്നില്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പൊ ചോദ്യം, അതെങ്ങനെ പറ്റുന്നതാണ്? അതിനേക്കാൾ നല്ല ഒരു ചിന്ത കൊണ്ട് അതങ്ങ് മറികടന്നേക്കാം. അല്ലെങ്കിൽ ആ കേട്ട വാക്കിനെ പിന്നെ, അത് അങ്ങനെയാണ് സംഭവം. നമ്മൾ ആ കിട്ടിയ സാധനത്തെ ഉള്ളിലേക്കിട്ട് പിന്നെ പിന്നെ അതിങ്ങനെ മനനം ചെയ്ത് ചിന്തിച്ച് അതിനെ കൂട്ടി കൊണ്ടുവന്ന് നമ്മളതിനെ വലുതാക്കി എടുക്കും. പകരം അതൊരു വിത്തായി അവിടെ നിൽക്കേണ്ട, ആ വിത്തിനെടുത്തും കളഞ്ഞേക്കാം. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പകരം എത്ര നല്ല കാര്യം ചിന്തിക്കാണ്ട്, എത്ര അനുഗ്രഹങ്ങൾ ചിന്തിക്കാണ്ട്, എത്ര നേട്ടങ്ങൾ ചിന്തിക്കാണ്ട്, ഇതേ വ്യക്തി തന്നെ തന്ന എത്ര നല്ല കാര്യം ചിന്തിക്കാണ്ട്, ഇതേ നമുക്ക് തന്നെയുള്ള എത്ര നല്ല കാര്യങ്ങൾ, എത്ര അനുഗ്രഹങ്ങൾ ചിന്തിക്കാണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എന്താ പറയാ, പിന്നെ മെനിക്കാതെ എന്തൊരു കഷ്ടാണ്, വണ്ടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ എടങ്ങാറായില്ലാന്നോ. ഞാൻ പറഞ്ഞു, എന്തൊരു സന്തോഷമാണ്, ഫ്രീ ആയിട്ട് ഇങ്ങ് നടക്കാലോ, കുറെ കാലം അധികം നടക്കാലോ എന്ന് കൂടി ചിന്തിച്ചൂടെ? ആ, അങ്ങനെയുണ്ടല്ലേ. ഒരു ഉദാഹരണം പറയാണ്, ചെറിയ അനുഭവത്തെ. അങ്ങനെ ഓരോ ആളുകളും പലപ്പോഴും ഈ രീതിയിൽ പറയാറുണ്ട്. രസകരമായി ഞാൻ പലപ്പോഴും അതിനെ ചോദിക്കാറുണ്ട്, അതിന്റെ ഇങ്ങനെ ഒരു സൈഡ് കണ്ടാൽ ഇങ്ങനെ ഉണ്ടാവും. ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ ആവാൻ, കൂടെ കളിക്കാൻ, നമുക്ക് വേണ്ടി ചെയ്യാൻ കുട്ടികൾ ഉണ്ട് എന്ന അനുഗ്രഹത്തെ കണ്ടാലോ പ്രശ്നം തീർന്നു. എന്റെ കൂടെ എല്ലാ ആൾക്കാരും എനിക്ക് പ്രയാസം തരികയാണല്ലോ. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാതെ പ്രയാസങ്ങൾ ആൾക്കാരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പകരം ഉള്ള ആളുടെ നന്മകൾ കണ്ടിട്ട് ഈ ആളുകൾക്ക് എന്റെ ജീവിതത്തെ മാറ്റുകയാണല്ലോ. അങ്ങനെയല്ല, ഒരാൾ മോശമായി തന്നെ പെരുമാറി, അങ്ങനെ പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു പെരുമാറ്റം നമ്മുടെ അവരുടെ ഭാഗത്തുണ്ടായി, അല്ലെങ്കിൽ വാക്കുകളുണ്ടായി, അതുകൊണ്ട് എനിക്ക് ആളുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ, അല്ലെ എനിക്ക് എന്റെ ജീവിതത്തെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റില്ലോ എന്നൊരു പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ എന്തുമാത്രം മാറ്റങ്ങൾ നമുക്കുണ്ടാകും. തീർച്ചയായും ഹാപ്പി ആയിരിക്കുക, സന്തോഷവാനായിരിക്കുക എന്നത് നമ്മുടെ ഒരു ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ആ ഹാപ്പി ആയിരിക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവായ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. അത് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. അല്ലാതാകുമ്പോ ഹോർമോൺ അല്ലേ, അത് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ഉത്പാദിപ്പിക്കപ്പെടും. അത് വളരെ നെഗറ്റീവായ ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളെ അത് കൊണ്ടുവരും.
അപ്പോൾ ആരോഗ്യവാനായിരിക്കണോ രോഗിയായിരിക്കണത് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ് ആണ്. സന്തോഷവാനായിരിക്കണോ പ്രയാസപ്പെട്ടിരിക്കണോ ദുഃഖിച്ചിരിക്കണോ എന്ന് നമുക്ക് മുമ്പിലുള്ള ചോയ്സ് ആണ്. തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം നമുക്ക് ഇന്ന് വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും സന്തോഷമുള്ള അനുഭവങ്ങളെ, ഓർമ്മകളെ തിരഞ്ഞെടുത്ത് സന്തോഷത്തോടെ, ഹാപ്പിയായി, വളരെ രസകരമായി, നല്ല ചിന്തകളുമായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സുഖകരമായ ഒരു സന്തോഷകരമായ ദിനം ആശംസിക്കുന്നു.